ഹലോ, ഇത് നമുക്ക് ഇന്റീരിയറിലാണോ എക്സ്റ്റീരിയറിലാണോ ചെയ്യാനുള്ളത്? ഇന്റീരിയർ. ഇന്റീരിയർ. ഓക്കെ. എത്ര ഫ്ലോർ ആണ്? അല്ല, ഇതിൽ ഇപ്പോ ഞാൻ സംസാരിച്ചിട്ടുള്ള പേയ്മെന്റ് ചെയ്തത് കിച്ചൺ മാത്രം ചെയ്യാനുള്ളതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. കിച്ചൺ മാത്രം? അതെ, വേറെ ഒന്നും വേണ്ട, ഓൺലി കിച്ചൺ. ഈ കിച്ചൺ ചെയ്തിട്ട് ആഫ്റ്റർ പിന്നെ നോക്കാന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. ഓക്കെ, അപ്പൊ ഈ കിച്ചണിന്റെ ഡയമെൻഷൻ 280 into 2. അല്ല, 280 അല്ല. ആ സെൻട്രലുള്ള പാർട്ടീഷൻ വാൾ ഉണ്ടല്ലോ, അത് ഒഴിവാക്കിയിട്ടുണ്ട്. മൊത്തത്തിൽ അതൊരു കിച്ചണാണ്. അതായത് ഇത് വർക്ക് ഏരിയ, ഇത് ടോയ്ലറ്റ്, ഇവിടെ മുതൽ ഇത്രയും വരെ കിച്ചൺ. പാർട്ടീഷൻ ഈ വാൾ ഒഴിച്ചാൽ ഇത്രയും കിച്ചൺ ആണ് അല്ലേ? ഹലോ, കേൾക്കുന്നില്ല. 293 150. അതിന്റെ ഇടയിൽ ഒരു വാൾ ഉണ്ടല്ലോ, ആ വാൾ എടുക്കും. 20 thickness 293 and 150. 150 അതാണ് ഡയമെൻഷൻ. കിച്ചൺ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? ആ ഡയമെൻഷനിൽ ഒരു 20 കൂടി ആഡ് ചെയ്യണം, കാരണം ആ വാള് പോകുന്നല്ലോ. ഓക്കെ ഓക്കെ, അതിൽ മിററും കൂടി ആഡ് ചെയ്യണം. കിച്ചൺ മോഡേൺ കിച്ചൺ അല്ലേ ഉദ്ദേശിക്കുന്നേ? അതെ അതെ അതെ. അതില് കിച്ചൺ കബോർഡ്സ് ഒക്കെ ആഡ് ചെയ്യാലോ? ആ, കബോർഡ്സ് ഒക്കെ ആഡ് ചെയ്യണം. ഓക്കെ ഓക്കെ. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഉണ്ടോ? ആ, ടേബിൾ ആഡ് ചെയ്യണം. പിന്നെ ഈ ബാത്റൂമിന്റെ അടുത്തുള്ള ഒരു വാൾ ഉണ്ടല്ലോ, ഒരു ഓപ്പൺ കൊടുത്തിട്ടുള്ള വാൾ ഉണ്ടല്ലോ, ഓപ്പൺ കുറച്ചും കൂടി ലെങ്ത് ആണ്. ഓക്കെ. പിന്നെ ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, വാഷ് ബേസിൻ വെച്ചിരിക്കുന്ന ഒരു ഏരിയ ഇല്ലേ, ആ ഒരു വാൾ ഉണ്ടല്ലോ, ആ വാളിന് ഒരു 4 വരി കല്ലേ പടവ് ചെയ്തിട്ടുള്ളൂ. ഹൈറ്റ്. ഓക്കെ. 1 മീറ്റർ ഹൈറ്റ് ഉണ്ടാവും, ഒരു 1.5 അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാവും. 105 ഹൈറ്റ് ഉണ്ടാവും. കിച്ചണിലെ സീലിംഗ് ലൈറ്റ്സ് എല്ലാം ആഡ് ചെയ്യാലോ? സീലിംഗ് ലൈറ്റ്സ്, ഹാങ്ങിങ് ലൈറ്റ്സ്, അതെല്ലാം. ഓക്കെ. അപ്പൊ ഈ കിച്ചണിന്റെ ഒരു സ്ട്രക്ചർ ഇവിടുന്ന് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. സ്ട്രക്ചർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഫോം ചെയ്യാം. മാക്സിമം ഇന്ന് തന്നെ ഒരു മീറ്റിംഗ് കൂടെ നടത്താം കേട്ടോ. പിന്നെ ഈ വാൾ ഉണ്ടല്ലോ, ഇപ്പുറത്തുള്ള ഒരു വാളില്ലേ, ഡോറിന്റെ അടുത്തുള്ള വാള്, അതല്ല, ഡോറിന്റെ അടുത്തുള്ള വാള്. ഇത് അല്ല, ഡോറിന്റെ അടുത്തുള്ള വാള്. ആ വാള് ഒരു മൂലയിൽ മാത്രമേ ഉള്ളൂ വാള് വരുന്നുള്ളൂ മേളിലേക്ക്. അവിടെ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ അവിടെ അപ്പുറത്തെ സൈഡിൽ ഒരു കസേര ഇട്ടിട്ട് ഒരു ടേബിൾ ഇട്ടിട്ട് ചെയ്യാനുള്ള ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. അങ്ങനെ ചെയ്യുന്നുണ്ടോ? അങ്ങനെ ചെയ്യാം. ഓക്കെ, നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഓപ്പണിംഗ് ഉണ്ടല്ലോ, വിൻഡോ, അത് 2 സൈഡിലായിട്ട് ഒരു 2 ഡോറുള്ള ഒരു വിൻഡോ ആണ് കൊടുത്തിരിക്കുന്നത്, 2 സൈഡിലായിട്ട്. ഇതേപോലെ സെന്ററിലല്ല. ഈ സൈഡില്, ഈ സ്റ്റെപ്പുള്ള സൈഡില് വിൻഡോ ഇല്ല. ശരി. ഇത് വെച്ചിട്ട് നമുക്കൊരു സ്ട്രക്ചർ ചെയ്യാം. സ്ട്രക്ചർ ചെയ്തിട്ട് കാണിച്ചു തരാം. എന്നിട്ട് അതിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നമുക്ക് അത് ചെയ്തിട്ട് ഫൈനലൈസ് ചെയ്യാം. ഓക്കെ. പിന്നെ ഈ ഇപ്പൊ ഞാൻ പറഞ്ഞൊരു വാൾ ഉണ്ടായിരുന്നല്ലോ, ആ വാളിന്റെ അടുത്തായിട്ടാണ് എനിക്ക് ഫ്രിഡ്ജ് വേണ്ടത്. സ്റ്റുഡിയോ? ഫ്രിഡ്ജ് എന്താണ്? ഫ്രീസർ വെക്കുന്നത്, ഫ്രിഡ്ജ്. ഫ്രീസർ, അത് ഇതൊക്കെ. ഓക്കെ. ഈ കിച്ചണിൽ തന്നെയാണോ വാഷിംഗ് മെഷീൻ അതൊക്കെ അഫോർഡ് ചെയ്യുന്നത്? അല്ല, വാഷിംഗ് മെഷീൻ ഒന്നും ചെയ്യുന്നില്ല, കിച്ചണിൽ ചെയ്യുന്നില്ല. കിച്ചണിൽ ഓൺലി ഫ്രിഡ്ജ് മാത്രം. പിന്നെ ഇതില് അടുപ്പിന് ഗ്യാസ്? അതെ, അത് മോഡുലർ കിച്ചൺ അല്ലേ? മോഡുലർ കിച്ചൺ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഇത് വെച്ചിട്ട് ഒരു സ്ട്രക്ചർ ചെയ്തിട്ട് മാക്സിമം ഇന്ന് തന്നെ ഒരു മീറ്റിംഗ് നടത്താം കേട്ടോ. ഞാൻ ഇൻഫോം ചെയ്യാം മീറ്റിംഗ് ടൈം. ഓക്കെ. താങ്ക് യു.